ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ്സിൽ കറക്റ്റായിട്ട് പഠിച്ച് ഓഫ്ലൈനായിട്ട് ഫുൾ എടുത്ത് അതേപോലെ തന്നെ ഓൺലൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ഇല്ലേ. എന്താണ് ബിസിനസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, ബിസിനസ് റിസ്ക് എന്താണ്, അത് കറക്റ്റായിട്ട് പഠിച്ച് ഏറ്റവും അവസാനം ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് പഠിച്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഓഫ്ലൈന് ഫുൾ എടുത്ത് കഴിഞ്ഞ് ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ചാപ്റ്റർ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് 2 പേജാണ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹെഡിങ് യൂട്യൂബ് ക്വസ്റ്റ്യൻസ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹെഡിങ് കൊടുക്കുക. ഇതിലൊക്കെ ഫുൾ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എക്സാം എനിക്ക് വ്യാഴാഴ്ച ഉണ്ടാവും. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള എക്സാമിനിടാം. അപ്പോൾ ഓണം എക്സാം വരണം, അപ്പോഴും ഇതിലെ ക്വസ്റ്റ്യൻസിന് മെയിനായിട്ട് വരാം. ഞാൻ പറയാം, ഓണം എക്സാമിന് നിങ്ങൾ സ്കൂളിൽ കേട്ടോ, സ്കൂളിൽ 25 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. എത്ര മാർക്ക് മക്കളെ? 25 മാർക്ക്. അതേപോലെ തന്നെ മെയിൻ എക്സാമിന് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് 14 മാർക്ക്. മെയിൻ എക്സാമിന് 80ൽ 10 ഒരു 13% ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് വരിക. അപ്പോൾ ഈ ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് പഠിക്കണം. സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഠിച്ചു പോയിട്ടുണ്ട് ഓഫ്ലൈനിൽ. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട്, ഞാൻ പറഞ്ഞ കാര്യം ഓഫ്ലൈനിൽ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി പഠിച്ചിട്ട് മാത്രമേ ഈ വീഡിയോ കാണാം. എന്നിട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് കറക്റ്റായി നോക്കി പഠിക്കാം. ഓക്കെ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ് ബിസിനസ് എന്ന് പഠിച്ചു. ഇനി അതിൻ്റെ പല ടൈപ്പ് ഉണ്ട്. ഇത് കാണാപ്പാടം പഠിക്കൽ മാത്രമല്ല, ഇപ്പം എങ്ങാനും നിങ്ങൾ +2 ഒക്കെ തോറ്റുപോയി, ഇത് ഈ ഒരു ചാപ്റ്റർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇതറിയാമെങ്കിൽ നോക്കിയോ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. കുറച്ചധികം ബിസിനസ് ഓർഗനൈസേഷൻ പഠിക്കണം. ഏറ്റവും മെയിനായിട്ട് 5 ഈ 5 ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കറക്റ്റായിട്ട് ഓഫ്ലൈനിൽ എടുത്തതാണ്. ഈ പടം കാണുമ്പോൾ തന്നെ സാധനം കിട്ടും. ഫസ്റ്റ് ഒരു 5 ഉണ്ട്, വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ 5 കേട്ടോ. 5 ഫീച്ചേഴ്സ് പഠിച്ച്, മെറിറ്റ്സ് പഠിച്ച്, ഡീമെറിറ്റ്സ് പഠിച്ച്, പിന്നെ കുറച്ച് ഡിഫറൻസും പഠിച്ചു. അതൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, നോക്കിക്കോട്ടെ. 5 ഫസ്റ്റ് ഇത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നിങ്ങൾക്ക് കൂടെ ഒരാൾ കാണാം ഇല്ലേ, ആ ഒരാൾ ആ ബിസിനസ്സിൽ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ആളായിരിക്കും ലോൺ ചെയ്യുക, മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതാണ് അതിന് മീനിങ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരാളാണ് ചെയ്യുന്നത്, വേറെ ആരെയും വിളിക്കില്ല. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ എന്ന് പറഞ്ഞാൽ സിംഗിളാന്ന് പഠിച്ച്, പ്രൊപ്രൈറ്റർഷിപ്പ് ഓണറാന്ന് പഠിച്ച്. സിംഗിൾ ഓണർ, നിങ്ങൾക്ക് ആ സാധനം കിട്ടി. ഞാൻ അടുത്ത് കൂടെ പറയുന്നുണ്ട്, പേര് കണ്ട് ഈ ഫോട്ടോ ഇട്ടാൽ മനസ്സിലാവും. പാർട്ട്ണർഷിപ്പ്. ഇവിടെ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 2 പേര് ഒരു മ്യൂച്വൽ അഗ്രിമെന്റിൽ ഒരു ബിസിനസ് തുടങ്ങി. 2 പേരെ 2 പേര് കൂടാം. മാക്സിമം എത്ര പേര് വരാമെന്ന് ഞാൻ പഠിച്ച്? 200 പേര്. 200 അല്ല, അത് പ്രൈവറ്റിലാണ്. 50 പേര് വരെയും പാർട്ട്ണർഷിപ്പിൽ വരാമെന്ന് പഠിച്ച്. ഇവിടെ അടുത്തതാണ് ജോയിൻ ഇൻ ടു ഫാമിലി. നിങ്ങൾക്ക് ഒരു ഫാമിലിനെ കാണാം അല്ലേ. അപ്പോൾ ഒരു ഫാമിലി നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ്സിനെയാണ് ജോയിൻ ഇൻ ടു ഫാമിലി എന്ന് പഠിച്ച്. അടുത്തത് ഇവിടെ ഒരു കമ്പനിയുടെ ഫോട്ടോ കാണുന്നത്, ആപ്പിൾ കമ്പനി. അതേപോലെ ഒരു കമ്പനി നമ്മൾ പഠിച്ചതിന് ഏറ്റവും അവസാനം കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ 4 ആദ്യം പഠിച്ച 4 പ്രോഫിറ്റ് ആയിരുന്നു അതിൻ്റെ മോട്ടീവ്. ഏറ്റവും മെയിൻ ലക്ഷ്യം പ്രോഫിറ്റ് ആയിരുന്നു. ഇനി ഈ ഒരെണ്ണം മാത്രം എന്തായിരുന്നില്ല? പ്രോഫിറ്റ് ആയിരുന്നില്ല. അവിടെ മെയിൻ ലക്ഷ്യം എന്താണ്? വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ഇവിടെ ആരൊക്കെയാണോ ഉള്ളത്, ഇത് നടത്തിക്കൊണ്ട് പോകാൻ ആരൊക്കെയാണോ ഉള്ളത്, അവരെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ എന്തൊക്കെ പഠിച്ച്? ഫീച്ചേഴ്സ് പഠിച്ച്, അതിനുശേഷം മെറിറ്റ്സ് പഠിച്ച്, ഏറ്റവും അവസാനം ഡീമെറിറ്റ്സ് പഠിച്ച്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് മാത്രം ഈ വീഡിയോ കാണാം. എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മീനിങ്ങും പഠിച്ചിട്ടാ, മീനിങ്. ഓക്കെ, ഇനി ഇതിലാ ഒരു 11 ക്വസ്റ്റ്യൻസ് ഇട്ടാ. 11 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏറ്റവും അവസാനം 3-4 1 വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരിക ജോയിൻ ഇൻ ടു ഫാമിലി, ഇൻ ടു അൺഡിവൈഡഡ് ഫാമിലി. ഈ ഒരു സാധനത്തിൽ നിന്നായിരിക്കുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കുക. ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടാ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എപ്പോഴും 8 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്കും ഇവിടുത്തെ ഓണം എക്സാമിന് ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഒരു 50%. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ 1 പേഴ്സൺ. ഒരു സെൻറ്റൻസ് മോള് തന്നിട്ടുണ്ട്, അതിനെ നോക്കിയിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യണം. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് മെൻഷൻഡ് എബോവ്. മോളി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്? ഇവിടെ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 4 മെറിറ്റ്സ് ആൻഡ് 4 ഡിമെറിറ്റ്സ്. ഏറ്റവും ആദ്യം ഇത് ഏത് ബിസിനസ് ആണെന്ന് മനസ്സിലാക്കണം. ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഓൺ ചെയ്യണതും മാനേജ് ചെയ്യണം ഒറ്റ ഒരാളാണ്, 1 പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ 1 പേഴ്സണിൽ 1 സിംഗിൾ പേഴ്സൺ എന്ന് പറഞ്ഞാലും മതി. അതെന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് ഏത് ഫോമാണെന്ന് കിട്ടി? ഏതാണ് മക്കളെ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്കാണ് ഇതിൽ വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 7 മാർക്ക്, അങ്ങനെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മോളിൽ തന്നിരിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എഴുതണം. 4 മെറിറ്റ്സും 4 ഡീമെറിറ്റ്സും എഴുതണം. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും 4 മെറിറ്റ്സും 4 ഡീമെറിറ്റ്സും കുറേ ഒന്നും വലുതാക്കി എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഏറ്റവും എക്സ്പാൻഡ് ചെയ്ത് ഏറ്റവും വൃത്തിക്ക് എഴുതാൻ നോക്കണം.
അതിനാണ് മാർക്ക് കിട്ടുക. കുറേയൊക്കെ പഠിച്ചിട്ടാണല്ലോ, കുറച്ച് ട്രിക്കൊക്കെ വേണം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ദിവസം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മീനിങ് എഴുതി വെക്കണം. ഏറ്റവും ആദ്യം അതിൻ്റെ മീനിങ്. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇതിലാ മെറിറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം മെറിറ്റ്സ്, എന്നിട്ട് ഓരോ മെറിറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഡീമെറിറ്റ്സ് എടുക്കുക. ഡീമെറിറ്റ്സും ഇതേപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മാത്രമേ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ആദ്യം മീനിങ് ചെയ്താൽ മെറിറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡീമെറിറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേജ് കിട്ടും? ഒരു 1.5 അല്ലെങ്കിൽ 1.25 പേജ് കിട്ടും. അല്ലെങ്കിൽ വെറുതെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എഴുതിയാൽ നിങ്ങൾക്ക് ഒരു 1/2 പേജ് വരുള്ളൂ. അതിൽ വല്ലതും ഇട്ടുകൊണ്ട് ആ മാർക്ക് അങ്ങോട്ട് പോയി. പിന്നെ വലുതാക്കി ഇതിൽ കുറച്ച് ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കിന് തരും? 7 മാർക്കിനായി ഇട്ട് തരും. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഏത് ഫോം ബിസിനസ് ഓർഗനൈസേഷൻ ആണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി നമുക്ക് രണ്ടാം ദിവസത്തിൽ ഇതിനെക്കുറിച്ച് ഇതിന് മീനിങ് എഴുതി വെക്കാം. നിങ്ങൾ എല്ലാവരും പഠിച്ച കാര്യമാണ് അല്ലേ? ഒരു ബിസിനസ് ഓൺ ചെയ്യണതും മാനേജ് ചെയ്യണതും കൺട്രോൾ ചെയ്യണതും ഒറ്റൊരു പേഴ്സൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇവിടെ കറക്റ്റ് ആയിട്ട് സെന്റൻസ് പറയുന്നത് എ ബിസിനസ് ഈസ് ഓൺഡ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സിംഗിൾ പേഴ്സൺ. ഈ ഒരു സാധനം കിട്ടണം. നമ്മുടെ തൊട്ടടിയിൽ ഒരു ചായക്കട ഉണ്ട്, ചന്ദ്രേട്ടൻ്റെ. ആളാണ് ആ കടയിൽ ചായ ഉണ്ടാക്കണത്. ആൾ രാവിലെ വന്ന് തുറക്കും, ഏറ്റവും അവസാനം ആൾ തന്നെ എന്ത് ചെയ്യും? ആ കട പൂട്ടിപ്പോവും. എല്ലാം മാനേജ് ചെയ്യണതും കൺട്രോൾ ചെയ്യണം ഓൺ ചെയ്യണം ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ആ ചന്ദ്രേട്ടനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? സോൾ ട്രേഡർ ആണ്. ആ ബിസിനസ് മാനേജ് ചെയ്യുന്ന ഓൺ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്? സോൾ ട്രേഡർ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോ. ദ പേഴ്സൺ വി ഓൺഡ് ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് സോൾ ട്രേഡർ. ആ പേര് മറക്കരുത്. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കണം. ഇനി അതിൻ്റെ മെറിറ്റ്സ്, ഗുണങ്ങളും ദോഷങ്ങളും ഫീച്ചേഴ്സും പഠിച്ചു കഴിഞ്ഞ് മെറിറ്റ്സ് നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇടാൻ ചെയ്തിട്ടില്ല, വെറുതെ പേജ് കളയണ്ട. നിങ്ങൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒക്കെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. ചന്ദ്രേട്ടൻ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ടുണ്ട് കാര്യം ചെയ്യണത്. ആളെ പൈസ ആളെന്ത് ചെയ്യും? ആൾക്ക് എന്താണ് തോന്നുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. സിമ്പിൾ പോയിന്റ് ആണെന്ന് നോക്കിക്കോ. സോൾ ട്രേഡർ എൻജോയ്സ് കൺസിഡറബിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ മേക്കിംഗ് ഡിസിഷൻ. തീരുമാനം എടുക്കാനുള്ള എല്ലാ അധികാരവും ആളുടെ കയ്യിലാണ്. ആൾക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തീരുമാനമെടുക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് സീക്രസി ഓഫ് ഇൻഫോർമേഷൻ. എന്ത് വേണമെങ്കിലും ആൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറയേണ്ട ആവശ്യമില്ല. ആ സോൾ ട്രേഡർക്ക് എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വേറെ ആർക്കും പറയേണ്ട കാര്യങ്ങളില്ല. അതൊരു മെറിറ്റ്സ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഡയറക്റ്റ് ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന വാക്ക് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ്. 10ൽ നിങ്ങൾ നല്ലോണം പഠിച്ച് നിങ്ങൾക്ക് ഒരു 8 A+ അല്ലെങ്കിൽ 9 A+ കിട്ടി. ആ 9 A+ നിന്ന് 2 A+ എനിക്ക് തന്നാ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുത്താ? ഇല്ല, നിങ്ങൾ തന്നെയാണ് ആ മാർക്ക് വാങ്ങിച്ചത്, നിങ്ങൾക്ക് തന്നെയാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് തിരിച്ചു കിട്ടുന്ന സാധനം. ബിസിനസ്സിനായി വിളിക്കുന്ന പേരാണ് ഇൻസെൻറ്റീവ്. ഇവിടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഇൻസെൻറ്റീവ് ആർക്കും കൊടുക്കണ്ട. നോ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് പ്രൊവൈഡ്സ് മാക്സിമം ഇൻസെൻറ്റീവ് ടു ദ സോൾ ട്രേഡർ. ആൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം ആൾക്ക് ഇൻസെൻറ്റീവ് കിട്ടും. നിങ്ങൾ എത്രത്തോളം +2 പഠിക്കുന്നോ അത്രത്തോളം മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേ പറഞ്ഞ സാധനം തന്നെ. ഇനി അടുത്ത പോയിന്റ് ഈസി ഫോർമേഷൻ. കയ്യിൽ പൈസ ഉണ്ട്, എന്ത് ചെയ്യാം? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങാം. ചന്ദ്രേട്ടൻ കയ്യിൽ പൈസ ഉണ്ടായി, ചന്ദ്രേട്ടൻ തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, നിങ്ങൾ തുടങ്ങിക്കോ. ഈസി ഫോർമേഷൻ ആണ്. ഇനി അടുത്ത പോയിന്റ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ആളാണ് പണിയെടുക്കേണ്ടത്, അപ്പോൾ ആൾക്കാണ് അതിൻ്റെ ഗുണം അല്ലേ? ആ ബിസിനസ് ഏറ്റവും മുകളിലെത്തി, ആൾക്കാണ് അതിൻ്റെ ഗുണം. എനിക്കൊരു ഗുണം ഉണ്ടാ, അതാണ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ആൾ എത്രത്തോളം പണിയെടുക്കുന്നോ ആൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. മെറിറ്റ്സ് കിട്ടിയാല അപ്പോൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യണം, എന്നിട്ട് മാത്രം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പോയിന്റുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കറക്റ്റ് ആയി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് മാത്രം നോക്കി പോവാം. ഓക്കെ, ഇനി അതിൻ്റെ അടുത്തത് ഡീമെറിറ്റ്സ്. ഒരു കാര്യത്തിൽ നല്ല കാര്യമുണ്ടാവും, അതേപോലെ തന്നെ ദോഷകാര്യം ഉണ്ടാവും. ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ്. ഇതൊന്നും നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക പോയിന്റുകൾ. ആദ്യം ഇതാ ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്, അതേപോലെ തന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് മാനേജബിലിറ്റി. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ലിമിറ്റഡ് റിസോഴ്സസ്. സിമ്പിളാണ്. ആളെ പോക്കറ്റിൽ നിന്ന് മാത്രമേ പൈസ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ചന്ദ്രേട്ടൻ ഒറ്റക്കാണ് നടത്തുന്നത്, അപ്പോൾ ആളെ പോക്കറ്റിൽ നിന്ന് മാത്രമേ പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയി പൈസ എടുക്കൂല, അല്ലെങ്കിൽ നിങ്ങൾ പോയി പൈസ എടുക്കൂല. അതാണ് ലിമിറ്റഡ് റിസോഴ്സസ്. ആളെ കയ്യിൽ നിന്ന് മാത്രമുള്ളതുകൊണ്ട് ആൾക്കൊരു പരിധി ഉണ്ട് പൈസ എടുക്കുന്നതിൽ. അതാണ് ലിമിറ്റഡ് റിസോഴ്സ്. നോക്കിക്കോ, റിസോഴ്സ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർ ആർ ലിമിറ്റഡ്. അൺലിമിറ്റഡ് അല്ല, കുറേ പൈസ ഇല്ല. ടു ഈസ് പേഴ്സണൽ സേവിങ്സ് ആൻഡ് ബോറോയിങ് ഫ്രം അതേഴ്സ്. കുറച്ചാളെ സേവിങ്സ് ഉണ്ടാവും, കുറച്ചാൾ എന്ത് ചെയ്യും? കടം വാങ്ങിക്കും, അതാണ് ബോറോയിങ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്. ചന്ദ്രേട്ടൻ അങ്ങ് മരിച്ചുപോയി, ഒരാൾക്ക് വട്ട് പിടിച്ച് ഇൻസാനിറ്റി വന്നാൽ ഇൻസോൾവൻസി, ആൾ പാപ്പരായി. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ബിസിനസ് അവിടെ വെച്ച് നിർത്തണം. ബുദ്ധിമുട്ടില്ല, ആളങ്ങ മരിച്ചുപോയി അല്ലെങ്കിൽ പ്രാന്ത് വന്ന് ആൾ പാപ്പരായി, ആ ബിസിനസ് അവിടെ വെച്ച് നിർത്തേണ്ടി വരും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, വേറെ ആർക്കും അത് തുടങ്ങാൻ പറ്റൂല. ഇനി അടുത്ത പോയിന്റ് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്.
അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ചന്ദ്രേട്ടൻ എന്ത് ചെയ്ത് ആ ചായക്കട തുടങ്ങിയിട്ട് 5 ലക്ഷത്തിനാണ് ചായക്കട തുടങ്ങിയത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു 10 ലക്ഷം നഷ്ടം വന്ന്, ലോസ് വന്നു കേട്ടോ. 10 ലക്ഷം ലോസ് വന്നു. അപ്പോൾ ഈ 5 ലക്ഷം കൊടുത്തിട്ട് ആൾക്ക് ഊരിപ്പോരാൻ പറ്റൂല. ബാക്കി 5 ലക്ഷം ആളെന്നെ കൊടുക്കണം. ആളെ പേഴ്സണൽ പ്രോപ്പർട്ടി, ആളെ ഭാര്യയുടെ കമ്മൽ വെക്കണം, അല്ലെങ്കിൽ ആളെ കാറ് വെക്കണം, ബൈക്ക് വെക്കണം, എന്തൊക്കെ ആളെ കയ്യിലുണ്ടോ അതൊക്കെ വിറ്റിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കണം. അതാണ് എന്ത് ഇവിടെ പറയണത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എത്ര ഉണ്ടാക്കി വെച്ചോ അതൊക്കെ ആൾ കൊടുത്തു വിടണം. അല്ലാണ്ട് ഞാൻ 5 ലക്ഷം ഇട്ടിട്ടുള്ളൂ, 5 ലക്ഷം കൊടുത്തു പോരാൻ പറ്റൂല. ആൾ നടത്തിയ ബിസിനസ് ആണ്, ആ 10 ലക്ഷം ആൾ എന്ത് ചെയ്യണം, കൊടുത്തു പോരാം. ഈ ലാസ്റ്റ് പോയിന്റ് ആണ് ഇവിടെ ലിമിറ്റഡ് മാനേജർ ലയബിലിറ്റി. നിങ്ങൾ മറ്റേ സിനിമയിൽ, മറ്റേ ദുൽഖറിന്റെ സിനിമയിൽ ഒരാളുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാനറിയാം, പക്ഷേ ആൾക്ക് കൂട്ടാൻ അറിയില്ല. 2+3, പക്ഷെ ആൾ എന്ത് ചെയ്യും, 2, 3 അല്ലെങ്കിൽ 5 അതടിച്ചിട്ട് 235 എന്ന് പറയും. അത് തെറ്റല്ലേ? 2+3+5 അടിച്ചാലേ കറക്റ്റ് ഉള്ളൂ. ഇവിടെ പറഞ്ഞത് ലിമിറ്റഡ് മാനേജർ ലയബിലിറ്റി. ഒറ്റ ഒരാളായതുകൊണ്ട് ആൾക്ക് എല്ലാത്തിലും കഴിവുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആൾക്കത് ഓൺ ചെയ്യാനും മാനേജ് ചെയ്യാനും അറിയാം, ആൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ല, കണക്ക് കൂട്ടാൻ അറിയില്ല. ചന്ദ്രേട്ടൻ ഒരു പൊട്ടനായിരിക്കാം, ആൾ പൊട്ടനല്ല. പക്ഷെ ഞാനൊരു പൊട്ടനാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് കണക്ക് കൂട്ടാറില്ല, എനിക്ക് അവിടെ ലാഭം ഉണ്ടാവില്ല. അതാണ് ഡീമെറിറ്റ്സിലാണ് ലിമിറ്റഡ് മാനേജർ ലയബിലിറ്റി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മെറിറ്റ്സും ഡീമെറിറ്റ്സും കറക്റ്റ് നോക്കണം. കുറേ വട്ടം ഞാൻ പഠിപ്പിച്ചതാണ്, ക്ലാസ്സിലും കുറേ വട്ടം ചോദിച്ചാൽ നിങ്ങൾ തല്ലിയതാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ സാധനം കറക്റ്റായിട്ട് പഠിക്കുക. 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് ഞാൻ കിട്ടുക കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്, സമയം കളയുന്നില്ല. നോക്കിക്കോ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ 8 ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പനിയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്, ഐഫോണിൻ്റെ കമ്പനിയുടെ ഫോട്ടോ അല്ലേ. ഇതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഉണ്ട്, നിങ്ങൾ ഇടുന്ന നൈക്കിൻ്റെ ഉണ്ട്, അഡിഡാസ്, ഓരോ കമ്പനിയുടെ ഫോട്ടോ ഉണ്ട്. ഞാൻ ഒരെണ്ണത്തിന് മാത്രമേ കൊടുത്തുള്ളൂ, ഐഫോണിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ക്ലാസ്സിൽ ഗ്രാഫ് വരച്ചപ്പോൾ എൻ്റെ തെറ്റിയിരുന്നു. ഇവിടെ ഐഫോൺ കറക്റ്റ് അല്ലേ, സീനിലല്ല. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം, ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം 8 മാർക്കാണ്. വെറുതെ 8 മാർക്ക് നിങ്ങൾക്ക് തരൂല, ഒരു അരപ്പേജ് ചെയ്ത് 8 മാർക്ക് തരൂല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആദ്യം നിങ്ങൾ ഇതിൻ്റെ മീനിങ് എഴുതി വെക്കാം. മീനിങ് എഴുതി വെക്കണം. ഫീച്ചേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. ഫീച്ചേഴ്സ് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചെറിയ ഗ്രാഫൊക്കെ വരച്ച് കൊടുക്കുക. ഇതിങ്ങനെ വല്ല ഗ്രാഫാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രയാങ്കിൾ വരച്ചിട്ട് നിങ്ങൾ ഇത് ലിസ്റ്റ് ഔട്ട് ഇവിടെ പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ ഓരോ പോയിന്റും ആദ്യം മീനിങ് പഠിക്കും, എന്നിട്ട് ഓരോ പോയിന്റും ഫീച്ചേഴ്സ് പഠിക്കും. നോക്കിക്കോ, മീനിങ് എല്ലാവരും പഠിച്ചു ചെയ്യുന്ന കാര്യമാണ്. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സാധനം കോമൺ സീൽ ഉണ്ട്, ഇത് ടൈപ്പ് ചെയ്തില്ല കേട്ടോ. ഓക്കെ, നോക്കിക്കോ ഈ സാധനം. എ കമ്പനി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇതെല്ലാവരും കേട്ടതാണ്. ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. 4 വാക്കാണ് വരുന്നത് കേട്ടോ, 4 വാക്ക്. ആദ്യം പറഞ്ഞ വാക്ക് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു കമ്പനി ഈ പറഞ്ഞ 4 വാക്കുണ്ടെങ്കിൽ അതൊരു കമ്പനി ആയിട്ട് മാറും. ഫസ്റ്റ് വാക്കാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നമ്മൾ ഓരോരുത്തരും എന്താണ്, നാച്ചുറൽ പേഴ്സൺസ് ആണ്. വെള്ളം കുടിക്കാൻ പറ്റും, തിന്നാൻ പറ്റും, ബാത്റൂമിൽ പോകാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും. പക്ഷേ കമ്പനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ പേഴ്സൺ അല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആർക്ക് ചെയ്യാം, കമ്പനിക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യാം, വേറെ ആളുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. എൻ്റെ കംജസ് സാറ് എന്നെ ഇടിച്ച് കേസ് കൊടുക്കുക, എനിക്ക് സുധീവ് സാർ അടിച്ച് കേസ് കൊടുക്കുക. അതേപോലെ തന്നെ കമ്പനിക്കും എന്ത് ചെയ്യാം, ഒരാളുടെ പേരിൽ കേസ് കൊടുക്കാം. എനിക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിസ്സിനെ നീ വിങ്സ് കടം വാങ്ങിക്കാം, അല്ലെങ്കിൽ മിസ്സിനെ നീ തട്ടിയെടുക്കുക, ഈ വിങ്സ് തട്ടിയെടുക്കുക. അതേപോലെ തന്നെ ഈ കമ്പനിക്കും പ്രോപ്പർട്ടീസ് വാങ്ങിക്കാൻ പറ്റും, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഇനി അടുത്ത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം അപ്പോൾ അതിന് മുമ്പ്. ഓക്കെ, കമ്പനിയുടെ ഫുൾ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു, നിങ്ങൾ എല്ലാവരും പഠിച്ചതിനായിരുന്നു ഷെയർ ക്യാപിറ്റൽ. ഫുൾ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേര് ഷെയർ ക്യാപിറ്റലാണ്. ഇതിനാ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ചെറിയ ചെറിയ പാർട്സ് ഒക്കെ ഡിവൈഡ് ചെയ്യണം. ഈ ചെറിയ ചെറിയ പാർട്സിനെ വിളിക്കുന്ന പേരാണ് ഷെയർസ്. ഷെയർ ക്യാപിറ്റൽ ചെറിയ ചെറിയ പാർട്സ് ആണ്, ഷെയർസ് ആണ്. ഈ ഷെയർസ് എടുക്കുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചതിന് കാര്യമാണ്. ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇവിടുത്തെ ഓണേഴ്സ്. പിടികിട്ടിയല്ല, ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇവിടുത്തെ ഓണേഴ്സ്. ഇവിടെ പറയണത് ഇവിടുത്തെ പറയുന്ന പോയിന്റാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിയും മെമ്പേഴ്സും വേറെയാണ്. ഇപ്പം എങ്ങാനും എക്സാമ്പിളായിട്ട് ഐഫോണിൻ്റെ ഷെയർ ഹോൾഡർ ഞാനാണെന്ന് വിചാരിക്കാം. ഞാനാണ് ഐഫോണിൻ്റെ ഷെയർ ഹോൾഡർ, ഒരു ഷെയർ ഹോൾഡർ കേട്ടോ. വെച്ചാൽ കുറച്ച് പൈസക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനിയുടെ കുറച്ച് ഭാഗം മാത്രം വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും കമ്പനിയും വേറെയാണ്. ഞാനെങ്ങനെ മരിച്ചുപോയി, അല്ലെങ്കിൽ എനിക്ക് എങ്ങാനും വട്ട് പിടിച്ച്, അല്ലെങ്കിൽ ഞാനെങ്ങനെ പാപ്പരായി, കമ്പനിയെ ബാധിക്കൂല. അക്കീമിന് ഒട്ടെന്ന് ഐഫോൺ നിർത്തി പോകില്ല. അക്കീമിന് അല്ലെങ്കിൽ എന്തോന്ന്, അക്കീം മരിച്ചുപോയി, ഐഫോൺ നിർത്തി പോകില്ല. അപ്പം നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സ് ആണ്. നിങ്ങൾക്ക് എന്ത് പറ്റിയാലും കമ്പനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ കമ്പനിക്ക് വല്ലതും പറ്റി, കമ്പനി അങ്ങോട്ട് നശിച്ചു പോയി, ആൾക്കാർ ഐഫോൺ വാങ്ങിക്കണില്ല, എനിക്ക് കുഴപ്പമില്ല. ഇവിടെ കിട്ടിയ കമ്പനി വേറെയാണ്, ഞാൻ വേറെയാണ്. അതാണ് ഇതിൽ എന്തിനു പറയണത്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറയുന്നത്. അടുത്തത് പെർപെക്ച്വൽ സക്സഷൻ, കണ്ടിന്യൂറ്റി ഉണ്ട്. എന്താണ്, കണ്ടിന്യൂറ്റി ഉണ്ട്. ഞാൻ മരിച്ചു പോയാലോ അല്ലെങ്കിൽ എനിക്ക് വട്ട് വന്നാലോ ആ കമ്പനി നിർത്തി പോകാൻ പോകണില്ല, അല്ലെങ്കിൽ
ഇപ്പോൾ ഏത് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് പറ്റിയാലും ആ കമ്പനി നിർത്തി പോകാൻ പോലുള്ള ലോങ് ടൈം അത് കണ്ടിന്യൂറ്റിയാണ്, ബുദ്ധിമുട്ടില്ല. ഇത് ഇവിടെ പറഞ്ഞ പോയിന്റ് എക്സ്പാൻഡ് ഫോമാണ് പെർപെക്ച്വൽ സക്സഷൻ. അടുത്തത് കോമൺ സീൽ. നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർ സൈൻ ഉണ്ട് അല്ലേ, എനിക്കൊരു സൈൻ ഉണ്ട്, എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഇട്ടറാറുണ്ട് ഇടക്കിട്ട്. അതുപോലെ നിങ്ങൾക്കും ഓരോരുത്തർക്ക് സൈൻ ഉണ്ട്. അതേപോലെ കമ്പനിക്കും എന്തുണ്ട്, ഒരു കോമൺ സീൽ, ഒരു അച്ചുണ്ട്. ഇവിടെ വിങ്സ് അക്കാദമി റെസീറ്റ് ഒക്കെ നിങ്ങൾക്ക് ഒരു അച്ചടിക്കാനാണ്. അതേപോലെ തന്നെ ഏതൊരു കമ്പനിക്ക് എന്തുണ്ടാവും, അച്ചുകൾ ഉണ്ടാവും. വേണമെങ്കിൽ ഗൂഗിളൊക്കെ അടിച്ചോ കേട്ടാ, ഐഫോണിൻ്റെ അച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മീനിങ് ആദ്യം എഴുതിക്കേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഫീച്ചേഴ്സിലോട്ട് പോവുക. ഫീച്ചേഴ്സ് എഴുതും ആദ്യം എന്ത് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്യണം, എന്നിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിവിടെ പറഞ്ഞ പോയിന്റ് എവിടെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി വേറെയാണ്, ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഇതിൻ്റെ കറക്റ്റ് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കാം. അടുത്ത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആ കമ്പനിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, കമ്പനിക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കുക, ഒരാളുടെ പേരിൽ കേസ് കൊടുക്കുക, അത് നിങ്ങൾക്ക് കിട്ടി. അടുത്ത് പെർപെക്ച്വൽ സക്സഷൻ, കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പോൾ അത് നോക്കിക്കോ, എക്സിസ്റ്റൻസ് നോട്ട് എഫക്റ്റഡ് ബൈ ഡെത്ത് വന്നാലും, ഇൻസോൾവൻസി വന്നാലും, ഇൻസാനിറ്റി ഓഫ് മെമ്പേഴ്സ്. അവിടെയുള്ള മെമ്പേഴ്സിന് മരിച്ചുപോയി, അല്ലെങ്കിൽ ഇൻസോൾവൻസി, പാപ്പരായി, ഇൻസാനിറ്റി, വട്ട് വന്ന്, ഇതൊന്നും ഒരു കുഴപ്പമില്ല, ആ കമ്പനി കണ്ടിന്യൂറ്റി പോകും. അതെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു പോയി വെച്ചാൽ കമ്പനി നിർത്താനൊന്നും പോകണില്ല. ഇനി അടുത്ത പോയിന്റ് ലിമിറ്റഡ് ലയബിലിറ്റി. അവിടെയുള്ള മെമ്പേഴ്സിന് ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ് ചന്ദ്രേട്ടൻ 5 ലക്ഷം ഇട്ടാൽ 10 ലക്ഷം കൊടുക്കണം. പക്ഷേ ഞാനിവിടെ ഇട്ടിരിക്കണം 5 ലക്ഷമാണ്, ഞാൻ ഷെയർ ഹോൾഡറാണ്, ഞാൻ 5 ലക്ഷമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. എനിക്ക് 5 ലക്ഷത്തിന് കടം മാത്രമേ ഉള്ളൂ. അവിടെ 10 ലക്ഷം കടം വന്നാൽ 10 ലക്ഷം വീട്ടേണ്ട ആവശ്യമില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റിയും കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇനി അടുത്ത പോയിന്റാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസ് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എവിടെ, ഏത് കമ്പനി ഒഴിച്ച്, പ്രൈവറ്റ് കമ്പനി ഒഴിച്ചിട്ടാ, എക്സെപ്റ്റ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ പറ്റൂല, ബാക്കിയുള്ള എല്ലാ കമ്പനീസും ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളോട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓണേഴ്സ് കുറേ പേരുണ്ടാവും എന്നർത്ഥം. ഇനി അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, കോമൺ സീൽ. ഞാൻ ക്ലാസ്സിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവസാനം ഇവിടെ കറക്റ്റായി നോക്കാം. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒപ്പുണ്ട്, അതേപോലെ കമ്പനിക്കും കറക്റ്റായിട്ടുള്ള ഒരു അച്ചുണ്ട്, ഐഡന്റിറ്റി. നമുക്ക് എൻ്റെ ഐഡന്റിറ്റിയാണ് ഈ ഒരു ഒപ്പ്, അതുപോലെ കമ്പനിക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. നോക്കിക്കോട്ടോ, എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഇനി ഇവിടെ പറഞ്ഞ പോയിന്റ്, ഓൾ ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സച്ച് എ കമ്പനിയാണ് ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുക. ഒതന്റിക്കേറ്റഡ് ബൈ ദ കമ്പനി സീൽ. കമ്പനിക്ക് എന്തുണ്ടാവും, ഒരു സീൽ ഉണ്ടാവും. അതിനാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഫീച്ചേഴ്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, ഡെഫിനേഷൻ കൊടുക്കുക. ഇതിവിടെ 6 പോയിന്റേ ഉള്ളൂ. ഫീച്ചേഴ്സിൽ 6 പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ മെറിറ്റ്സ് എന്ന് പറയുന്നത് 8 മാർക്കിന് വെച്ചാൽ അപ്പോൾ 8 പോയിന്റ് എഴുതണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെറിറ്റ്സിലെ പോയിന്റ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സിലെ പോയിന്റ് എടുത്തിട്ട് ഫീച്ചേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ അവിടെ 2 പോയിന്റ് ഇട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കുക. അവിടെ 2 പോയിന്റ് നമ്മുടെ ഡിമെറിറ്റ്സിലും മെറിറ്റ്സിലും എടുത്തിട്ട് ഫീച്ചേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ, ഇവിടെ പറയുന്ന പോയിന്റ് ലാക്ക് ഓഫ് സീക്രസി. ഒരു കാര്യം ഒളിപ്പിച്ച് വെക്കാൻ പറ്റൂല. സോൾ പ്രൊപ്പറേറ്ററിക്ക് ഒരാളായതുകൊണ്ട് ആളെ കയ്യിൽ എല്ലാം ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. പക്ഷെ കമ്പനി ആയതുകൊണ്ട് അവിടെയുള്ള മെമ്പേഴ്സിനെ ജനറൽ പബ്ലിക്കിനെ അത് വിട്ടു കൊടുക്കണം. ലാക്ക് ഓഫ് സീക്രസി ആണ്. അടുത്ത പോയിന്റ്, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു കാര്യം പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റൂല. സോൾ പ്രൊപ്പറേറ്റർ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും, ക്വിക്കായിരുന്നു. ഇവിടെ പെട്ടെന്ന് തീരുമാനിക്കും, കുറേ പേരുണ്ട്, ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അടുത്ത പോയിന്റ്, ന്യൂമറസ് റെഗുലേഷൻസ്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ കുറേ റെഗുലേഷൻസ് കമ്പനിയിലുണ്ടാവും, പെട്ടെന്നൊരു കാര്യം ചെയ്യാനൊന്നും പറ്റൂല. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. വെച്ചാൽ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഇടിയുണ്ടാവാം. അപ്പോൾ ഞാനും വേറെ ആളും തമ്മിൽ ഇടിയുണ്ടാവും. എൻ്റെ താല്പര്യമായിരിക്കും ആളെ താല്പര്യം, അപ്പോൾ അങ്ങോട്ടും ഇവിടും ഇടിയുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ കറക്റ്റായിട്ട് നോക്കുക. ഫീച്ചേഴ്സ് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും കറക്റ്റായിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 5 കാറിലാണ് പഠിച്ചത്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതേപോലെ തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പ്, ജോയിൻ ഹിന്ദു ഫാമിലി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ഇപ്പോൾ എടുത്തേക്കുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇനി നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നോക്കിക്കോ, ഇവിടെ 2 പേരായി എടുത്തിട്ടുണ്ട്. നോക്കി ക്വസ്റ്റ്യൻ നോക്കി, സുഡു ആൻഡ് അംജു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്, സുദേവ് സാർ, അംജദ് സാറും. ഈ വയറുള്ള ആളെ ഞാൻ സുദേവ് സാർ എന്ന് വിളിക്കുകയാണ്, സുഡു എന്ന് വിളിക്കുകയാണ് കേട്ടോ. അടുത്ത് ഇയാളെ ഞാൻ അംജു എന്ന് വിളിക്കുകയാണ്. ഇവിടെ നോക്കിക്കോ, ഇയാളെ ഞാൻ അംജു എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അംജദ് സാർ. ഇവിടെ നോക്കിക്കോ, സുഡു ആൻഡ് അംജു സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങിയ ആൾ അവർ. ദ ബേസിസ് ഓഫ് അഗ്രിമെന്റ്. 2 പേരും അഗ്രിമെന്റ് കൈയൊക്കെ കൊടുത്തിട്ട് ഒരു ബിസിനസ് തുടങ്ങി കേട്ടോ. നോക്കിക്കോ, ദേ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ്. അവർ ക്യാപിറ്റലും കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ലോസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് പോയിന്റാണ് ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മെൻഷൻഡ് അബവ്. മോളിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്? ഇവിടെ പേര് തന്നെ നിങ്ങൾക്ക് കാണാം, ഫോട്ടോ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊട്ടനൊന്നല്ല, അല്ല ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഉണ്ട് കൊടുത്തത്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്. പാർട്ട്ണർഷിപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഏടെ ആൻസർ കിട്ടി, അത് പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, എന്താണ് മക്കളെ, പാർട്ട്ണർഷിപ്പാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
തെറ്റിക്കരുത്. രണ്ടാമത്തെ ശ്രമിക്കോ, ഡിസ്ക്രൈബ് എനി 4 മെറിറ്റ്സ് ആൻഡ് 4 ഡിമെറിറ്റ്സ്. സോൾ പ്രൊപ്രൈറ്ററിൽ പറഞ്ഞ പോലെ തന്നെ 4 ഗുണങ്ങളും 4 ഡിമെറിറ്റ്സും ഇതാ. ഇവർ രണ്ടുപേര് ബിസിനസ് നടത്തി കൊണ്ടുപോയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ. അപ്പോൾ ആദ്യം ഇത് എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതണം, മീനിങ് എഴുതണം. പാർട്ണർഷിപ്പിൻ്റെ മറക്കരുത്, ആദ്യം മീനിങ് എഴുതണം. എന്നിട്ട് മെറിറ്റ്സിൽ പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിമെറിറ്റ്സിൽ പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാത്തിലും നോക്കി വെക്കണം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു സാധനം ഉണ്ട്. ഓക്കെ, ആദ്യം പാർട്ണർഷിപ്പിന് മീനിങ് എല്ലാവരും പഠിച്ചിരിക്കുന്ന കാര്യമാണ് അല്ലേ. നേരത്തെ സുഡു അംജദ് അവിടെ മിനിമം 2 പേരാണ്, മാക്സിമം എത്ര പേര് പറ്റും, 50 പേര്. ഇപ്പോൾ 2 പേര് കൂടിയാലും കുഴപ്പമില്ല, പാർട്ണർഷിപ്പ് തന്നെയാണ്. ഇനി അവർ 2 പേരും ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് വെച്ച് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഷെയറും പ്രോഫിറ്റും ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. അതാണ് പാർട്ണർഷിപ്പിന് മീനിങ് വരുന്നത്. അപ്പോൾ മീനിങ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. പാർട്ണർഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ. ഇവിടെ ഞാൻ നേരത്തെ 2 ആയിരുന്നു, 2 or more പേഴ്സൺസ് ആവാം. ഹു അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. അഗ്രി പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നല്ലെങ്കിൽ 2 പേരുടെയും ഒരുമിച്ചാണ് ആ ബിസിനസ് നടത്തുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സുഡു മാത്രം ആ ബിസിനസ് നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, അംജു ഗൾഫിൽ പോകും. ഇവിടെ സുഡു ആണ് കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ അംജു എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ട്. അപ്പം അംജുവിന് പ്രോഫിറ്റ് കൊടുക്കണം, പക്ഷെ ആളുണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ക്യാരീഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും ഒരുമിച്ച്, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അപ്പോൾ ഈ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ആക്ട്, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ 1930 ഇയർ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഓക്കെ, ഇവിടെ മെറിറ്റ്സ് പറയുന്നുണ്ട്, ഗുണങ്ങൾ. ഈ സുഡുവും അംജദും ബിസിനസ് നടത്തിയാലുള്ള ഗുണങ്ങൾ, പാർട്ണർഷിപ്പിന്റെ ഗുണങ്ങൾ. ഫസ്റ്റ് പോയിന്റ് ആണ് ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. പാർട്ണർഷിപ്പിൽ അല്ലെ സോൾ പ്രൊപ്പറേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ബിസിനസ് തുടങ്ങാം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും പൂട്ടി പോകാം. ഇവരെന്തായാലും 2 പേരും തുടങ്ങുകയാണ്, സുഡു അംജദ് തുടങ്ങി, എന്തായാലും പൂട്ടി പോകേണ്ടി വരും. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും ബിസിനസ് തുടങ്ങാനും പറ്റും. അതേപോലെ തന്നെ എപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർത്താനും പറ്റും. ഇനി അടുത്ത പോയിന്റ് അവിടെ പറഞ്ഞത് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഒത്തൊരുമയോടെ കാര്യം തീരുമാനിക്കാൻ പറ്റും. സോൾ പ്രൊപ്പറേറ്ററിൽ അങ്ങനെ ഒരാളില്ല ഒപ്പം. ഇവിടെ 2 പേരുള്ളതുകൊണ്ട് പറ്റും. ഇപ്പോൾ 2 പേര് എത്രയൊക്കെ ഒത്തൊരുമയോട് പറഞ്ഞാൽ ആ ബിസിനസ് കൂട്ടിക്കൊണ്ട് വരും, അത് വേറെ കാര്യം. ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇനി അടുത്ത പോയിന്റ് മോർ ഫണ്ട്. ഒരാളെ പോക്കറ്റിൽ നിന്ന് മാത്രമല്ല പൈസ, 2 പേരെ പോക്കറ്റിൽ നിന്നാണ്. അംജുവിൻ്റെ സ്റ്റുഡൻറ്റ്, അപ്പോൾ പൈസ കുറച്ച് കൂടുതൽ കിട്ടും, മോർ ഫണ്ടാണ്. അടുത്ത് ഷെയറിങ് ഓഫ് റിസ്ക്. അതെന്തായാലും ചെയ്യേണ്ട കാര്യമുണ്ട്. ഇവിടെ എന്തായാലും ഇവിടെ ലോസ് വരും 2 പേരും നടത്തുമ്പോൾ. അപ്പോൾ അവരെന്ത് ചെയ്യണം, റിസ്ക് ഒരാൾക്ക് മാത്രം കൊടുക്കരുത്. അംജു ഓടി പോവുകയാണ്, സ്റ്റുഡൻറ്റ് മാത്രം കൊടുക്കുന്നത്, ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 2 പേരോടെയും ആ റിസ്ക് ഷെയർ ചെയ്തെടുക്കണം. ഇനി അടുത്ത പോയിന്റ് സീക്രസി. സീക്രസി ആണെന്ന് പറ്റൂല, സീക്രസി ഓഫ് ഇൻഫോർമേഷൻ ഇവിടെ പറ്റുമോ, പറ്റും. അതുകൊണ്ടല്ലേ ഇവിടെ മെറിറ്റ്സ് വേണ്ടത്. വെച്ചാൽ അവർ 2 പേര് മാത്രമേ അവിടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അത് പബ്ലിക്കിനോട് വിട്ടുകൊടുക്കണം ഒരു നിർബന്ധവും ഇല്ല. അതാണ് സീക്രസി എന്ന് പറയുന്നത്. എല്ലാ കാര്യവും അവർക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. അത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ്. അവർക്ക് ലീഗലി അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റും, സീക്രസി ഓഫ് ഇൻഫോർമേഷൻ. ഇതേപോലെ തന്നെ ഇതില ഡിമെറിറ്റ്സ്, ദോഷങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കണം. ഫസ്റ്റ് പോയിന്റാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. സോൾ പ്രൊപ്പറേറ്ററിൽ പറഞ്ഞ പോയിന്റ്, അവർ 8 പൈസ മാത്രം കൊടുത്താൽ പോരാ. എങ്ങാനും ലോസ് വന്നാൽ സുഡുവും അംജും, സുഡുവിൻ്റെ പെണ്ണിൻ്റെയും അംജുവിൻ്റെ പെണ്ണിൻ്റെയും കമ്മലും മാലയും അവരെ കാറും ബൈക്കൊക്കെ വിറ്റിട്ട് വേണം അതെന്ത് ചെയ്യണം, കടം വീട്ടാനായിട്ട്. പേഴ്സണൽ പ്രോപ്പർട്ടീസ് റീപേയ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ലിമിറ്റഡ് റിസോഴ്സസ്. എന്നാലും കുറേ പൈസ കിട്ടുമെന്ന് പറഞ്ഞു, മോർ ഫണ്ട്. എന്നാലും കാരണം ലിമിറ്റഡ് റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇവർ 2 പേരും ഒരു മാക്സിമം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെയും ലിമിറ്റഡ് റിസോഴ്സ് ആണ്, കുറേ പൈസ കിട്ടൂല. ഓക്കെ, ഇനി അടുത്ത പോയിന്റാണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. എന്തായാലും ഇവിടെ ഉണ്ടാവും, ഉറപ്പാണ്. സുഡുവും അംജദും നടക്കണമെന്നല്ല, ഒരു ബിസിനസ് നടത്തുമ്പോൾ എന്തായാലും ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ സുഡുവും അംജും വാക്ക് തർക്കമാവും, അവർ തമ്മിൽ തല്ലി എന്തെങ്കിലുമൊക്കെ ആവാം. അതാണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. അടുത്ത പോയിന്റ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. പറയാൻ വിഷമമുണ്ട്, എന്നാലും പറയാണ്. ഇവരുടെ ഇടയിൽ ആരെങ്കിലും മരിച്ചുപോയി, ഒന്നല്ലെങ്കിൽ അംജു മരിച്ചുപോയി, അല്ലെങ്കിൽ സുഡു മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും ഭ്രാന്തായി, അതെന്നാലും ഭ്രാന്ത് വരും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യാണ്, പാപ്പരാവാണ്. അതുകൊണ്ട് ഈ ബിസിനസ് അവിടെ വെച്ച് നിർത്തേണ്ടി വരും. ഒരാൾ പോയാൽ പിന്നെ അത് പാർട്ണർഷിപ്പാണ്, അല്ല വേറെ അഗ്രിമെന്റിലോട്ട് പോകേണ്ടി വരും വേറെ ആളിപ്പം. അപ്പോൾ ആ പാർട്ണർഷിപ്പ് അവിടെ വെച്ച് നിർത്തണം. അതാണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഏതെങ്കിലും പാർട്ണറിന് ഡെത്തോ ഇൻസോൾവെൻസിയോ ഇൻസാനിറ്റിയോ സംഭവിച്ചാൽ അവിടെ വെച്ച് നിർത്തേണ്ടി വരും. ഇനി അടുത്ത പോയിന്റ് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ഒരു കാര്യം പബ്ലിക്കിന് വിട്ടുകൊടുക്കുന്നില്ല. പബ്ലിക്കിന് അപ്പം നമ്മുടെ കമ്മിലോട്ട് വിശ്വാസമില്ല, നമ്മുടെ ബിസിനസ്സിലോട്ട് വിശ്വാസമില്ല. എനിക്കെന്തില്ല, സുഡുവിൻ്റെ അംജുവിൻ്റെ കമ്മിലോട്ട് വിശ്വാസമില്ല. അവരെന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല, അവർക്ക് ഒട്ടും വിശ്വാസമില്ല. അതും ഇവിടെ വരാം, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ മെറിറ്റ്സും ഡിമെറിറ്റ്സും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. സിമ്പിൾ പോയിന്റുകളാണ്. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. കറക്റ്റായിട്ട് പഠിപ്പിച്ചതാണ്, സിമ്പിൾ പോയിന്റുകളാണ്.
പഠിച്ചു പോകണം. ഇവിടെ ഒരു എത്ര പോയിന്റ് വന്നിട്ടുണ്ടോ? 6 പോയിന്റ് വന്നിട്ടുണ്ട്. മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? 5 എണ്ണം പഠിക്കുക. മാക്സിമം ഒരു 6 പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, ഏറ്റവും സിമ്പിൾ പോയിന്റുകളാണ്. ഏറ്റവും ആദ്യം പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 പേര്, മാക്സിമം 200. എത്രയാണ്? മിനിമം 2 പേര്, മാക്സിമം 200. പബ്ലിക് കമ്പനിയിൽ മിനിമം 7 പേര്, മാക്സിമം എത്ര പേര് വേണമെങ്കിലും, നോ ലിമിറ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ്, നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. നോക്കി നടത്തുന്നത് കേട്ടോ, നോക്കി നടത്തുന്നവരാണ് ഡയറക്ടേഴ്സ് വിളിക്കുക. ഇവിടെ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 2 പേര് വേണം പ്രൈവറ്റ് കമ്പനിയിൽ. പബ്ലിക് കമ്പനിയിൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 3 പേര് വേണം. ഓക്കെ, 2 പോയിന്റ് പറഞ്ഞു. അടുത്ത് ഷെയർ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ഷെയർ ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു. ഏത് കമ്പനി ചോദിച്ച്? പ്രൈവറ്റ് കമ്പനി ചോദിച്ചു. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ പറ്റൂല, നോട്ട് പോസിബിൾ ആണ്. അടുത്ത് പബ്ലിക് കമ്പനിയിൽ പോസിബിൾ ആണ് ഷെയർ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നെയിമിൻ്റെ കാര്യം വരുമ്പോൾ പ്രൈവറ്റ് കമ്പനി എൻഡ് ചെയ്യേണ്ടത് PLTD. ഇപ്പം ഞാൻ ഒരു കമ്പനി തുടങ്ങി, അതിൻ്റെ പേര് അക്കീം എന്നാണ്. അപ്പം ഈ അക്കീമിൻ്റെ വെറുതെ എഴുതി വെക്കാൻ പറ്റില്ല, അവസാനം എന്ത് ചെയ്യണം? PLTD ഇടണം. ഓക്കെ, അവസാനം PLTD ഇടണം. അതേപോലെ തന്നെ പബ്ലിക് കമ്പനിയുടെ അവസാനം LTD ഇട്ട് കൊടുക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്ത പോയിന്റ്, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്. ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന കാര്യമാണ്, നമ്മുടെ കമ്പനിയിലുള്ള മെമ്പേഴ്സ് അവരുടെ പേരെന്താണ്, അവരുടെ അഡ്രസ്സ് എന്താണ്, അവർ എവിടെ നിന്നാണ് വരുന്നത്, അവർ എത്ര പൈസ കൊണ്ടുവന്ന്, അത് കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്. അത് പ്രൈവറ്റ് കമ്പനിയിൽ എഴുതി വെക്കാൻ നിർബന്ധമില്ല, നോട്ട് കമ്പൽസറി ആണ്. പബ്ലിക് കമ്പനിയിൽ കമ്പൽസറി, എന്തായാലും അവസാനം എഴുതി വെക്കണം. അടുത്ത് ഇൻവിറ്റേഷൻ ടു പബ്ലിക്. പബ്ലിക്കിന് വിളിക്കാൻ പറ്റുന്ന കമ്പനി ഏത് മാത്രമാണ്? പബ്ലിക് കമ്പനിയാണ്. അതിൽ തന്നെ ഉണ്ട് ഇൻവിറ്റേഷൻ ടു പബ്ലിക്കിന് മാത്രമേ പറ്റുള്ളൂ, ആർക്ക് പറ്റൂല? പ്രൈവറ്റ് കമ്പനിക്ക് പറ്റൂല. ഇത്രയും പോയിന്റ്സ് കറക്റ്റായിട്ട് നോക്കണം. ഈ 5 ഡിഫറൻസ് ഇട്ടാ, നമ്പർ ഓഫ് മെമ്പേഴ്സ്, ബേസ് പഠിക്കാൻ നമ്പർ ഓഫ് മെമ്പേഴ്സ്, നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ, നെയിം, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്, ഇൻവിറ്റേഷൻ ടു പബ്ലിക്. കറക്റ്റായിട്ട് പഠിക്കുക, തെറ്റിക്കരുത്. ധാരാളം എഴുതാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കണം. എല്ലാവരും എഴുതിച്ചതാണ് ഈ സാധനമൊക്കെ. ഓക്കെ, ഇനി അടുത്ത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. മാച്ച് ദ ഫോളോയിങ്സ് നോക്കിക്കോ. ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് എവിടെയാണ് ഉള്ളത്? ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 man 1 vote. അതെവിടെ വരുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി. നിങ്ങളാരും പഠിച്ചിട്ടുണ്ട് 1 man 1 vote. അവിടെയുള്ള ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട്. അതാണ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത പോയിന്റ് കേട്ടോ. അടുത്ത പോയിന്റ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി എവിടെ വരുന്നുണ്ട്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ വരുന്നുണ്ട്, പാർട്ട്ണർഷിപ്പും ഉണ്ട്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സോൾ പ്രൊപ്പറേറ്റർ മാത്രമുള്ള അപ്പോൾ ആൾക്ക് കൊടുക്കുക, അതും കിട്ടി. ഇനി അടുത്തത് കോമൺ സീൽ. നിങ്ങളുടെ എന്ത് കമ്പനിയുടെ മീനിങ് ഉറപ്പ് അവസാനം പറഞ്ഞു. ഒപ്പുള്ളതാർക്കാണ്? കമ്പനിക്ക് മാത്രമാണ് ജോയിൻസ് ടു കമ്പനി കൊടുക്കുക. ഏറ്റവും അവസാനം കോ പാർട്ട്നേഴ്സ്. ജോയിൻ ഹിന്ദു ഫാമിലിയിലെ എൽഡസ്റ്റ് മെമ്പറെ കർത്താന്ന് വിളിക്കും, അതിനടിയിലുള്ളവർ കോ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ കോ പാർട്ട്നേഴ്സ് എവിടെ വരുന്നത്? ജോയിൻ ഹിന്ദു ഫാമിലി. അത് ഈ സാധനത്തിലില്ലേ? ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോ പാർട്ട്നേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ 2 കാര്യം പഠിച്ച്, കർത്തക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, കർത്തക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതേപോലെ തന്നെ കോ പാർട്ട്നേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ കോ പാർട്ട്നേഴ്സിന് നേരം എന്ത് ചെയ്യുക? ലിമിറ്റഡ് ലയബിലിറ്റി കൊടുക്കുക. അപ്പോൾ ഈ മാച്ച് ഫോളോയിങ് ഒന്നും തെറ്റിക്കരുത് കേട്ടോ. ഇതേപോലെ കുറേ മാച്ച് ഫോളോയിങ് നിങ്ങൾക്ക് വരാം, സെപ്പറേറ്റ് പല രീതിയിൽ വരാം ഈ പാടത്തിൽ നിന്ന്. ഇതിൽ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് എക്സാമ്പിൾ അവിടെ തന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അടുത്തത് അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. നോക്കിക്കോ. ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. who joined together with the motive of members. ഞാൻ നിങ്ങൾക്ക് തുടക്കമേ പറഞ്ഞ് പ്രോഫിറ്റ് ഇല്ലാതെ ആകെ ഒറ്റൊരു കമ്പനിയുള്ളൂ, അത് ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടി. ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ റെഫേർഡ് എബവ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ്? കിട്ടിയാലോ? കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ സാധനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മുടെ വെൽഫെയർ എന്നുവെച്ചാൽ മോട്ടീവ് ഓഫ് മെമ്പേഴ്സിന് ആവശ്യത്തിന് വേണ്ടി തുടങ്ങുന്നത് ബിസിനസ് ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി മറക്കരുത് കേട്ടോ ഈ സാധനം. ഇനി ഇതിൻ്റെ എന്ത് വേണം? ഇതിൻ്റെ ഫീച്ചേഴ്സ്, 3 ഫീച്ചേഴ്സ്. നേരത്തെ 3 മെറിറ്റ്സ് ആയിരുന്നു. ഇവിടെ 3 ഫീച്ചേഴ്സും അതേപോലെ തന്നെ 4 മെറിറ്റ്സും വേണം. 4 ഗുണങ്ങളും ഫീച്ചേഴ്സും. ഇവിടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അല്ല, ഫീച്ചേഴ്സും മെറിറ്റ്സും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം മീനിങ് ചെയ്താൽ, ഏറ്റവും ആദ്യം ഇതിൻ്റെ മീനിങ് ചെയ്താൽ ഇത് എന്ത് ചെയ്യണം? ഫീച്ചേഴ്സ് 3 ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് മെറിറ്റ്സ് 4 ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിൻ്റെ മീനിങ് നോക്കണം. മീനിങ് ഞാൻ ഇവിടെ തന്നിട്ടില്ല, മീനിങ് ഇവിടെ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എല്ലാവരും ഒരുമിച്ച് എന്നുവെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് കൂടി നടത്തുന്ന ബിസിനസ്സിനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കുക. ഹു ജോയിൻ ടുഗദർ വിത്ത് ദ മോട്ടീവ് ഓഫ് മെമ്പേഴ്സ്. അവിടെയുള്ള ആൾക്കാരെ മോട്ടീവ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ നമ്മുടെ പാൽ സൊസൈറ്റി
അത് കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സാമ്പിളാന്ന് പറഞ്ഞു. രാവിലെ തന്നെ എണീച്ച് പാൽ വാങ്ങിക്കാറൊക്കെ പറയാറില്ലേ, ആ പാൽ സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. എന്ന് വെച്ചാൽ അവിടെ ആ നാട്ടിലുള്ള കുറച്ച് പശുവിനെ നോക്കുന്ന ആൾക്കാർ, അവർ കുറച്ച് പോരായ്മകളുണ്ട്. ചിലവർക്ക് പാല് കുറേ കിട്ടുന്നുണ്ടാവില്ല, ചിലർക്ക് പാല് കിട്ടണവും കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. ഇവരെയൊക്കെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇവർ ഒരുമിച്ച് കൂടി തുടങ്ങിയതാണ് പാൽ സൊസൈറ്റി, അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, സിമ്പിൾ ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇവിടെ പറഞ്ഞ പോയിന്റാണ് ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് 3 പോയിന്റ് പറഞ്ഞിട്ട് ഇവിടെ ഒരു 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതിലും 3 പഠിച്ചു പോകാൻ നോക്കിക്കോ. വോളണ്ടറി മെമ്പർഷിപ്പ്, ഇഷ്ടപ്രകാരം മാത്രം, വേണമെങ്കിൽ മാത്രം ആ ബിസിനസ്സിലോട്ട് എന്നാൽ മതി. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനും പറ്റും. എനി വൺ ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആർക്ക് വേണമെങ്കിലും മെമ്പർ ആവും. ഇനി അടുത്ത് ലീഗൽ സ്റ്റാറ്റസ്. ഒരു കണ്ടീഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുമ്പോൾ അത് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുക, നിർബന്ധം കേട്ടോ. അത് രജിസ്റ്റേർഡ് കമ്പൽസറി ആണ്. നോക്കിയോ, രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കമ്പൽസറി. ദെർഫോർ സൊസൈറ്റി ഹാസ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അങ്ങനെ ലീഗൽ എന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റേർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മെമ്പേഴ്സും ആ സൊസൈറ്റിയും വേറെയാണ്. സൊസൈറ്റിക്ക് എന്ത് പറ്റിയാലും മെമ്പേഴ്സിന് കുഴപ്പമില്ല, മെമ്പേഴ്സിന് എന്ത് പറ്റിയാലും ആ സൊസൈറ്റി കുഴപ്പമില്ല, കമ്പനി പറഞ്ഞ പോലെ. ഇനി അടുത്ത പോയിന്റാണ് ലിമിറ്റഡ് ലയബിലിറ്റി. അതിലുള്ള മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അവരിട്ട പൈസ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ്, അവർ കാർ വെക്കേണ്ട ആവശ്യമില്ല, ബൈക്ക് വെക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ലിമിറ്റഡ് ലയബിലിറ്റി പറയുന്നത്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അടുത്ത് കൺട്രോൾ. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടുന്ന് എലക്ട് ചെയ്ത മാനേജിങ് കമ്മിറ്റിയാണ്. ഒരു 10-200 പേരുണ്ടെന്ന് വിചാരിക്കും ആ കമ്പനിയിൽ. ആ 10-200 പേരുണ്ടെങ്കിൽ, ആ കോപ്പറേറ്റീവ്സിൽ 10-200 പേരുണ്ടെങ്കിൽ അവരെല്ലാവരും വോട്ട് ചെയ്ത് 1 man 1 vote എന്ന രൂപത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും. അവരാണ് അവിടെ കൺട്രോൾ ചെയ്യുക കേട്ടോ. നോക്കിക്കോ, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ പവർ ടു ടേക്ക് ഡിസിഷൻ ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എലക്റ്റഡ് മാനേജിങ് കമ്മിറ്റി. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് സർവീസ് മോട്ടീവ്. ഇവരെ മോട്ടീവ് പ്രോഫിറ്റ് അല്ല, സർവീസ്, സേവനം കൊടുക്കില്ല. ആർക്ക് സേവനം കൊടുക്കില്ല? പുറത്തുള്ള ആൾക്കാർക്കല്ല. അവിടെ ആരൊക്കെയാണ് ഉള്ളത് അവർക്ക് സേവനം കൊടുക്കുക. ദ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് വെൽഫെയർ. അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് സഹായിക്കുക, അതിനാണ് മെയിൻ ലക്ഷ്യം. ഇതേ അടുത്ത പോയിന്റ് മെറിറ്റ്സ് പറയുന്നത് സിമ്പിൾ പോയിന്റ് ആണ്. ഇക്വാളിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്സ്. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ വോട്ട് കിട്ടും. ഇവിടെ പറയുന്നുണ്ട് 1 man 1 vote കിട്ടിയല്ല. ഇനി അടുത്ത പോയിന്റ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, BHC പറഞ്ഞ പോയിന്റ്. ആളിട്ട പൈസ മാത്രം ആൾ തിരിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്ത പോയിന്റ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. അതിലുള്ള ആൾക്കാർ മരിച്ചു പോയാൽ കുഴപ്പമില്ല, ആൾക്കാർക്ക് വട്ടി പിടിച്ചാൽ കുഴപ്പമില്ല, പാപ്പരായ കുഴപ്പമില്ല, ആ കമ്പനി എന്തായാലും നടത്തോട്ടി പോയിക്കോളും. ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായാലും എന്താണ്ട് ലോങ് ആയിട്ട് ആ സാധനം കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതാണ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. അടുത്ത എക്കണോമി ഇൻ ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ ഇവർ മെയിനായിട്ട് പ്രവർത്തിക്കുന്നത് പൈസ കുറച്ച് സാധനം ഇങ്ങനെ കിട്ടാം. ഓക്കെ, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ച്. ഇപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ കൺസ്യൂമേഴ്സിന് എങ്ങനെ ചിലവ് കുറച്ച് ഏറ്റവും അടിപൊളി പ്രൊഡക്റ്റ് കിട്ടാം, ക്വാളിറ്റി പ്രൊഡക്റ്റ് ലെസ് പ്രൈസിൽ അങ്ങനെ കിട്ടാം. അതാണ് എക്കണോമി ഇൻ ഓപ്പറേഷൻ. ചിലവ് കുറച്ച് സാധനം എന്ന് വെച്ചാൽ മിഡിൽ മാൻ എലിമിനേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ നേരുന്ന് നമുക്കൊരു സാധനം കിട്ടണം എങ്ങനെയാണ്? ആദ്യം പ്രൊഡ്യൂസർ ഉണ്ടാവും അവിടെ, അത് ഉണ്ടാക്കുന്ന ആൾ ഇല്ലേ? ആ പ്രൊഡ്യൂസർ ആരുടെ കയ്യിലോട്ട് കൊടുക്കും? ഹോൾസെയിലറിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ആ ഹോൾസെയിലർ റീറ്റെയിലറിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ആ ഹോൾസെയിലർ റീറ്റെയിലറിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് മാത്രം നമ്മുടെ കയ്യിലോട്ട് ആ സാധനം കിട്ടാം, കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് ആ സാധനം കിട്ടാം. അപ്പോൾ നമ്മൾ എക്കണോമി ഇൻ ഓപ്പറേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇവരങ്ങോട്ട് ഒഴിവാക്കും, റീറ്റെയിലറിനെ ഒഴിവാക്കും. ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു ആരുടെ കയ്യിൽ സാധനം വാങ്ങിക്കും? ഹോൾസെയിലറിൻ്റെ കയ്യിൽ സാധനം വാങ്ങിക്കും. അല്ലെങ്കിൽ സാധാരണ ഒരു 35 രൂപയുടെ സാധനം കിട്ടുമ്പോൾ ഇയാൾ ഒഴിവാക്കി ചിലപ്പോൾ നമുക്ക് ആ സാധനം എത്ര രൂപ കിട്ടും? 30 രൂപ കിട്ടും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് സപ്പോർട്ട് ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടാവും കോപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ. എന്തിനാ സപ്പോർട്ട്? ഗവൺമെന്റ് സപ്പോർട്ട്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ അല്ല. അപ്പോൾ ഈ പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് നോക്കാം. ഇനി ഒരു സിമ്പിൾ 2-3 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 1 word ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നോക്കിക്കോ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. 2 ഉണ്ട്, HUF-ഉം പാർട്ട്ണർഷിപ്പ് ഡീഡും. HUF എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. എല്ലാവർക്കും ഇത് എന്താണ് മക്കളെ? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതിനാണ് HUF എന്ന് പറയാം. അതെന്ത് ചെയ്യണം? ഒരു ചെറിയ നോട്ടിലൊന്ന് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് അവിടെ നല്ല മീനിങ്. നോക്കിയോ, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു എ ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഇതൊരു ഓർഗനൈസേഷൻ ആണ് വേർ ദ ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ സിംഗിൾ പേഴ്സൺ ആണ്. അല്ല, ഒരു ഫാമിലിയാണ് ഇത് നോക്കിയെടുത്തത്. എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഗ്രാഫ് കാണിച്ചു തന്നിരുന്നു, ഒരു ഫാമിലി ഒരുമിച്ചിരിക്കുന്നത്, അവരെയാണ് ഈ ബിസിനസ് നോക്കിയെടുത്തത്. അതാണ് ഇവിടെ പറയണത്, ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി, ഓൺഡ് ആൻഡ് ക്യാരിഡ് ഓൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി. ഒരു ഫാമിലി ഉള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക? ഇത് നടത്തുക. അപ്പോൾ ഈ ഫാമിലി ഉള്ള ആൾക്കാർ നടത്തണമെങ്കിൽ ഇവർക്ക് എന്തൊക്കെ വേണം പറഞ്ഞേ? കുറച്ച് ആൾക്കാർ 2 പേര് മിനിമം വേണം. അതേപോലെ തന്നെ ഇവരെ അതിൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, പൂർവീക സ്വത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും പറയണ്ടേ, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ഹിന്ദു ലോ ആണ് ഇത് ഗവേൺ ചെയ്യണത്. അടുത്ത പോയിന്റ് നോക്കിക്കോട്ടാ. ദ ബിസിനസ് കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫ് ദ ഫാമിലി ഹു ഇസ് ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ഇറ്റ് ഈസ് കോൾഡ് കർത്ത. ഈ ബിസിനസ് മാനേജ് ചെയ്യണതും ഏറ്റവും മെയിനായിട്ട് കൺട്രോൾ ചെയ്യണതും ആ ബിസിനസ്സിലെ ഏറ്റവും വലിയ ആളാണ്. ഇപ്പം എൻ്റെ ഫാമിലിയാണ് ഈ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ ഫാമിലി ഏറ്റവും വലുതാരാണ് എൻ്റെ വല്യപ്പയാണ്.
അപ്പോൾ LP ആയിരിക്കുള്ള ബിസ് അടുത്ത ആൾ വിളിക്കുന്ന പേരാണ് കർത്ത. 1 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. കർത്ത എപ്പോഴും പറഞ്ഞു തരാറുണ്ട് കർത്ത. ഇനി ബാക്കിയുള്ള മെമ്പേഴ്സിന് ഈക്വൽ ഓണർഷിപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ അവർ വിളിക്കുന്ന പേരെന്നാണ് കോപ്പാസ്നേഴ്സ് എന്ന് പറയുന്നതാണ് കോപ്പാസ്നേഴ്സ്. അതേപോലെ തന്നെ റൈറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻസെസ്റ്റർ എന്ന് വെച്ചാൽ പൂർവിക സ്വത്ത് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബിസ് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, കർത്ത ഏറ്റവും എൽഡസ്റ്റ് മെമ്പറാണ്, കോപ്പാസസ് അവരുടെ അടിയിലുള്ള മെമ്പർ. കിട്ടിയല്ല. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ട് റിവ്യൂ മീനിങ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഇനി അടുത്ത് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പഠിച്ച്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എങ്ങനെ ഉണ്ടാവുന്നത്? മ്യൂച്വൽ അഗ്രിമെന്റ് വേറെ. നേരത്തെ പറഞ്ഞ 2 പേര് പാർട്ട്ണർ ആരൊക്കെ? സുഡുവും അംജും. അവർ മ്യൂച്വൽ അഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് അവർ പാർട്ട്ണർഷിപ്പ് ഉണ്ടായത്. അതുണ്ടാകുമ്പോൾ അതൊന്നല്ലെങ്കിൽ ഒരു ഓറൽ ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് സാധനം എഴുതി വെക്കും. അഗ്രിമെന്റ് ഒന്നല്ലെങ്കിൽ ഓറൽ അല്ലെങ്കിൽ റിട്ടേൺ, ഒന്നല്ലെങ്കിൽ വായോണ്ട് പറയും അല്ലെങ്കിൽ അവർ എഴുതി വെക്കും. ഈ റിട്ടേൺ ഫോമിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും. നോക്കിക്കോ റിട്ടേൺ അഗ്രിമെന്റ് വിച്ച് സ്പെസിഫൈഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ദാറ്റ് ഗവേൺ ദ പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പ് നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു പേപ്പറിൽ അങ്ങോട്ട് എഴുതി വെക്കും. അതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടൻസും പഠിച്ചു നോക്കാം കേട്ടോ. കണ്ടൻസ് ഒരു 4-5 എണ്ണം പഠിച്ചു നോക്കാം. നോക്കിക്കോ, നെയിം ഓഫ് ദ ഫേം, ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, അവിടെയുള്ള പാർട്ട്ണറുടെ പേരും ഒരു അഡ്രസ്സും ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് നാച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്. നാച്ചർ ഓഫ് ബിസിനസ്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് തുടങ്ങുന്നത്, അതേപോലെ തന്നെ ലൊക്കേഷൻ, എവിടെയാണ് ബിസിനസ് തുടങ്ങേണ്ടത്. അടുത്ത പോയിന്റ് ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, 2 കൊല്ലത്തിനാണോ 3 കൊല്ലത്തിനാണോ അല്ലെങ്കിൽ 4 കൊല്ലത്തിനാണോ, അത് കറക്റ്റായിട്ട് പറയണം. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ണർ, ഓരോ പാർട്ണറും എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, വെച്ചാൽ അവർക്ക് ലാഭം ഉണ്ടായാൽ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. ഇപ്പോൾ സുഡും അംജും ഉണ്ട്, അവർക്ക് 2:1 അല്ലെങ്കിൽ 1:2 ആ സാധനം കൊടുക്കാൻ പറ്റും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർ ഡീൽ ചെയ്യണം. ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീൽ ചെയ്യണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്കിന് എപ്പോഴും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി കംപ്ലീറ്റ് ടേബിൾ, ഇതും പാർട്ണർഷിപ്പിന് ബേസ് ചെയ്തിട്ടാണ്. ടൈപ്സ് ഓഫ് പാർട്ണേഴ്സ് നോക്കിക്കോട്ടാ. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ണർ, നമുക്ക് ടൈപ്സ് ഓഫ് പാർട്ണേഴ്സ് കുറേ അധികം പഠിച്ചു. ഒന്ന് പേര് പറഞ്ഞ ഏതൊക്കെയാണ്? നോമിനൽ പാർട്ണർ, സ്ലീപ്പിംഗ് പാർട്ണർ, ആക്റ്റീവ് പാർട്ണർ, മൈനർ പാർട്ണർ, പാർട്ണർ ബൈ എസ്റ്റോപ്പിൽസ്, അങ്ങനെ കുറേ അധികം പാർട്ണേഴ്സ് പഠിച്ച്. ഇവിടെ പറഞ്ഞ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ദിവസവും ആൾ ബിസിനസ്സിൽ ഉണ്ടാവും, മാനേജിങ് ദ ബിസിനസ് ആണ്, പ്രോഫിറ്റും ആൾ കിട്ടും. അത് ഏത് പാർട്ണറാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാർട്ണറാണ് ആക്റ്റീവ് പാർട്ണർ. ഏടെ ആൻസർ എന്നാണ്? ആക്റ്റീവ് പാർട്ണർ. ക്യാപിറ്റൽ ഇടും, ആൾ മാനേജ് ചെയ്യും, പ്രോഫിറ്റ് ആൾക്ക് കിട്ടും. ഇനി അടുത്തതാണ് സ്ലീപ്പിംഗ് പാർട്ണർ. സ്ലീപ്പിംഗ് പാർട്ണർ ഒരു സാധനം മാത്രം തന്നിട്ടില്ല. നോക്കിക്കോ, ആളെന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇടും, പക്ഷെ ആൾ എന്ത് ചെയ്യൂല? ബിസിനസ്സിൽ ദിവസവും വരില്ല, പക്ഷെ ആൾക്ക് പ്രോഫിറ്റ് ഇട്ടാണ്ടിരിക്കും. ക്യാപിറ്റൽ കിട്ടിയ ആൾക്ക് എന്തായാലും എന്ത് കിട്ടും? പ്രോഫിറ്റ് ഇടും. ഇവിടെ യെസ് ആൻസർ. ഇനി അടുത്ത് നോക്കിക്കോ, നോമിനൽ പാർട്ണർ. നോമിനൽ എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നെയിം, ആൾ പേര് മാത്രം യൂസ് ചെയ്യാം. ഇപ്പം എനിക്കും സുഡോനും ബിസിനസ് തുടങ്ങണം ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വലിയ പേരൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ കുറച്ചേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ വലിയ സ്ഥലപ്പേരൊന്നുമില്ല, ഞങ്ങൾക്ക് ബിസിനസ് തുടങ്ങി വലിയ ലാഭമൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? വേറൊരാൾ വിളിക്കുകയാണ്, സജാമിസിനെ വിളിക്കണം. സജാമിസ് നല്ല വിങ്സ് അക്കാദമിക്ക് തുടങ്ങിയ അത്യാവശ്യം ആൾ എന്ത് ചെയ്യാണ്? ഒരു വലിയൊരു ഓണറാണ്. അപ്പോൾ ആളെ വിളിച്ച് എന്ത് ചെയ്യാണ്? കാര്യം പറയണം, ഞങ്ങൾക്ക് ഇതിന് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ആണെങ്കിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ട്, കുറച്ചുകൂടി പൈസ വേണം, ബാങ്കുകാർ ചോദിച്ചിട്ട് തരുന്നില്ല, അവർക്ക് ഞങ്ങളുടെ വിശ്വാസമില്ല. സജാമിസ് കൂടി വന്നിട്ട് ബാങ്കിനോട് ചോദിക്കുകയാണ് പൈസ കിട്ടുമെന്ന്. അപ്പോൾ സജാമിസിനെ കണ്ടപ്പോൾ അവർക്ക് തോന്നി സജാമിസ് കൂടി ഇവരൊപ്പുണ്ട്, സജാമിസ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? ഇവർക്ക് ലാഭം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അനയും മാത്രം യൂസ് ചെയ്യും. സജാമിസിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ പാർട്ണർ. അവരെന്ത് ചെയ്യൂല? ക്യാപിറ്റൽ കൊണ്ടുവരില്ല, നോയാണ്. അവർക്ക് എന്ത് ചെയ്യൂല? ദിവസവും ബിസിനസ്സിൽ വരില്ല, അതേപോലെ തന്നെ അവർക്ക് പ്രോഫിറ്റും കൊടുക്കില്ല. ജസ്റ്റ് അവർ പേര് മാത്രം യൂസ് ചെയ്യാം കേട്ടോ, പേര് മാത്രം. ക്യാപിറ്റൽ കൊണ്ടുവരില്ല, ദിവസവും ബിസിനസ്സിൽ ഉണ്ടാവില്ല, പ്രോഫിറ്റ് അവർക്ക് കിട്ടൂല. ഓക്കെ, കഴിഞ്ഞിട്ടാ. ഇനി ഏറ്റവും അവസാനം ഈ 4 1 വേർഡ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് 1 man 1 vote. ഇത് എവിടെയാണെന്ന് കണ്ടിട്ടുള്ളത് പറഞ്ഞേ. 1 man 1 vote ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് അല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലാണ് 1 man 1 vote കണ്ടിട്ടുള്ളത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോപ്പറേറ്റീവ് സൊസൈറ്റി. കിട്ടി. ഇനി അടുത്തത്, നെയിം എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഫൗണ്ട് ഓൺലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ബിസിനസ് നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ്. ഏതാണ്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF, അല്ലെങ്കിൽ ജോയിൻ ഹിന്ദു ഫാമിലി. ഓക്കെ, ഇനി അടുത്ത് കംപ്ലീറ്റ് ദ സീരീസ്. പാർട്ട്ണർഷിപ്പിലെ ആൾക്കാരെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും, കമ്പനിയിലെ ആൾക്കാരെ എന്ത് വിളിക്കാൻ പഠിച്ച്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. അതോടെ എഴുതി വെക്കുക, ഷെയർ ഹോൾഡേഴ്സ്. 2 മാർക്കിന് വേണ്ടി വരാറുണ്ട് കേട്ടോ, ഷെയർ ഹോൾഡേഴ്സ്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഇപ്പം തന്നെ പഠിച്ചു പോകണം. ഞാൻ നിങ്ങൾ പറയാൻ മറന്നു പോയതുകൊണ്ട് മെമ്പേഴ്സ്. എന്താണ് മക്കളെ? മെമ്പേഴ്സ്. ഇത് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ, മെമ്പേഴ്സ്. ഇനി ജോയിൻ ഹിന്ദു ഫാമിലി 2 ആൾക്കാർ വിളിക്കും. ആരൊക്കെയാണ്? ഏറ്റവും മുകളിലുള്ള ആൾ കർത്തയും ബാക്കിയുള്ളവരെ കോപ്പാസ്നേഴ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പാഠത്തില്ല. 1 വേർഡ് ഇനിയും വരാം, നോക്കിക്കോ. ദ എൽഡർ മോസ്റ്റ് മെമ്പർ ഓഫ് ദ HUF ഈസ് നോൺ ആസ്. ആൾ വിളിക്കുന്ന പേരെന്താണ്? ആൾ വിളിക്കുന്ന പേരെന്താണ്? കർത്ത. ഓക്കെ, പഠിച്ചു കഴിഞ്ഞല്ലോ. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാം. ഇത് എന്തിനാ ഒരു 17 മാർക്ക് ഇടും?
പിന്നെ ഞാൻ ക്ലാസ്സിൽ ഓഫ്ലൈനിൽ കുറേ കാര്യം എടുത്തിട്ടില്ലേ, അതിൽ നിന്നൊരു 3 മാർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിച്ചിട്ട് നോട്ട്ബുക്കിലെ കാര്യം കറക്റ്റായിട്ട് 2-3 വട്ടം വായിച്ചു നോക്കണം. എന്നാൽ മാത്രമേ ആ 3 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് 17 മാർക്കും അതിൽ നിന്ന് 3 മാർക്കും, അപ്പോൾ 20 മാർക്ക് കിട്ടും. അതിൽ 17 ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്തെടുത്ത് പറയുന്നുണ്ട്, അതിന് 3 മാർക്കും. അപ്പോൾ ഇത്രയും കാലം കറക്റ്റായിട്ട് പഠിച്ച് നല്ല രീതിക്ക് എക്സാം ചെയ്ത് തന്നെ തല്ല് വാങ്ങാണ്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.